മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരും സ്പീക്കർ അടക്കമുള്ളവർ ഇന്ന് ആരോപണ വിധേയരാണ്. ഇന്നലെ വന്ന അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് തൊട്ടടുത്ത ദിവസം നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചും നമ്മൾ ഇന്ന് പത്രങ്ങളിൽ വായിച്ചതാണ്. കേരളത്തിലെ ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ വിദേശ രാജ്യങ്ങളിലടക്കം അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ രാജ്യ തലവന്മാരുമായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് തീവ്രവാദികളുടെ, സ്വർണ്ണക്കടത്തുകാരുടെ, ലഹരി കടത്തുകാരുടെ ഒക്കെ ഒരു വിഹാര കേന്ദ്രമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും അനധികൃതമായ നിയമനങ്ങൾ, നമുക്കറിയാം മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സ്വപ്ന സുരേഷിനെ പോലുള്ള പെൺകുട്ടികളെ പോലും പ്രധാനപ്പെട്ട തസ്തികയിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുത്ത് ജോലിക്കിരുത്തിയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അടിമുടി തകർക്കപ്പെട്ട കേരളത്തിലെ സമഗ്ര മേഖലയും നശിപ്പിച്ച ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇനി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കേണ്ടത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാണ്. നമുക്കറിയാമല്ലോ, ശബരിമല ഈ പുറ്റിങ്ങൽ അമ്മയുടെ മഹാസന്നിധിയിൽ നിൽക്കുന്ന സമയത്തും എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും അവർക്ക് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അത് എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും എല്ലാ മതജാതീയ സംഘടനകളെ സംബന്ധിച്ചും പ്രാധാന്യമർഹിക്കുന്നതാണ്. കോടാനുകോടികളുടെ ആരാധനാമൂർത്തിയായ, കോടാനുകോടി ജനങ്ങളുടെ ആരാധനാ ക്ഷേത്രമായ ശ്രീ ശബരിമല പൂങ്കാവനം, ആ ശബരിമല പൂങ്കാവനത്തെ തച്ചു തകർക്കാൻ നോക്കിയതാരാണ്? ശബരിമല പൂങ്കാവനത്തിന്റെ വിശുദ്ധി കളപ്പെടുത്തുവാൻ വേണ്ടി രഹിന ഫാത്തിമ, ബിന്ദു അമ്മിണിമാരെ പോലുള്ള ആക്ടിവിറ്റീസുകളെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ യൂണിഫോമിൽ ഇരുളിന്റെ മറവിൽ കാണിച്ച പേക്കൂത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിലുള്ള ഒരു സർക്കാർ ഇപ്പോൾ മാപ്പുപറച്ചിലുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയുടെ കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയുവാൻ തയ്യാറാകുന്നു. കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ യെച്ചൂരി അദ്ദേഹത്തെ തിരുത്തി പറയുവാൻ തയ്യാറാകുന്നു. അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരിക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നു. ഈ കാര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ആ ശബരിമലയ്ക്ക് വേണ്ടി കേരളം നടത്തിയ പോരാട്ടം, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ത്യാഗോജ്ജലമായ പോരാട്ടങ്ങൾ, അതൊക്കെ നമുക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം, നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം ഇതാണെന്നിരിക്കെ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നാടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ചാത്തന്നൂരിന്റെ സമഗ്ര വികസന മേഖലകളും തടസ്സപ്പെടുത്തിക്കൊണ്ട്, എന്താണ് 10 വർഷക്കാലം മുമ്പ് ചാത്തന്നൂർ ഉണ്ടായിരുന്നത് അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പുതിയതായി ഒന്നും നേടാൻ കഴിയാതെ ബഡ്ജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു MLA അനധികൃതമായി കോടികൾ സമ്പാദിച്ചതുകൊണ്ട് ആ കോടികൾ ഉപയോഗിച്ചുകൊണ്ട് അഷ്ടമുടിയ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ വാങ്ങിയ MLA, ആ ഹോസ്പിറ്റൽ വാങ്ങിയതിന് പേരിൽ പാർട്ടിയുടെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട ആൾ, സാധാരണ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ സീറ്റ് നൽകാറില്ല. ഇവിടെയും അത് സംഭവിച്ചു. അതുകൊണ്ടാണ് കേരളത്തിലെ ചാത്തന്നൂരിലെ CPIയുടെ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നത് ചാത്തന്നൂർ ഈ പുതിയ ജനപ്രതിയായി മത്സരിക്കുന്ന മുൻ MLAയുടെ സീറ്റ് പേയ്മെന്റ് സീറ്റാണ്. സർവ്വമേഖലയും തകർത്തു. കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലും രാജ്യത്തും നടപ്പിലാക്കിയിട്ടുള്ള, ഈ രാജ്യത്തെമ്പാടും നടപ്പിലാക്കിയിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം വന്നിട്ടുള്ള പുതിയ പരിഷ്കാരങ്ങൾ എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലടക്കം പുത്തൻ ഉണർവ് കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ കോപ്പി അടിച്ചു മാറ്റുന്ന ഒരു ജോലി മാത്രമാണ് കേരള സർക്കാരിനും ചാത്തന്നൂരിന്റെ MLAയും ഉള്ളത്. ഒരു മാറ്റം ഈ നാടിന് അനിവാര്യമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ഒട്ടനവധി ഇവിടെ സംസാരിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് മാറണം, ചാത്തന്നൂരിന് മാറണം. നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സാക്ഷി നിർത്തി, ഈ മഹാസമ്മേളനം സാക്ഷി നിർത്തി ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം നമ്മുടെ ഇവിടെ എല്ലാവരും. BJPയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കഴിയും, ചാത്തന്നൂരിൽ താമര വിരിയിക്കാൻ കഴിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് കിഴക്കനേല സുധാകരൻ അവരെ ക്ഷണിക്കുന്നു. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബിജെപിയുടെ ചാത്തന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രശാന്ത്, ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ എത്തിച്ചേരാൻ പോകുന്ന അമിത്ഷാജി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഏപ്രിൽ 6-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2-ാം സ്ഥാനത്ത് വന്ന ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിനെ ഇക്കുറി 1-ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുമുള്ളത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപൊക്കെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിലോ NDA BJP നേതൃത്വം കൊടുക്കുന്ന NDAക്ക് അനുകൂലമായിട്ട് ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. 6.5 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണം എന്താണ് എന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. 5 വർഷക്കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണം എന്താണ് എന്ന് വിലയിരുത്തുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് 6-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ സന്ദർഭത്തിൽ 6.5 വർഷക്കാലത്തിനു മുൻപ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ വാക്കെന്താണെന്ന് നാം ചിന്തിച്ചു നോക്കണം. പാർലമെന്റിൽ അദ്ദേഹം ആദ്യം കാലെടുത്ത് കുത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നാണ്. ബഹുമാന്യനായ നമ്മുടെ അമിത്ഷാജി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബിജെപിക്ക് വിജയം സമ്മാനിച്ച രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായൻ, ബിജെപിക്ക് വിജയങ്ങളുടെ പെരുമഴക്കാലം ഈ രാജ്യത്തിൽ സമ്മാനിച്ച രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. Good evening all. I wholeheartedly welcome our Honorable Home Minister Shri Amit Shah. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. बोलो भारत माता की, बोलो बीजेपी की, बोलो अमित शाह जी की, बोलो भारत माता की. First and foremost, I would like to call for the presentation of the Legislative Assembly. ആദരണീയനായ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാജിക്ക് ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള സ്വീകരണവും ഉപകാരം സമർപ്പിക്കലും നടത്തുകയാണ്.
Next, I would like to call the presentation of the district committee. അടുത്തതായി BJP കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണവും ഉപകാരം സമർപ്പിക്കലുമാണ്. Next, I would like to request the memento presented by the Puttingal Devi Temple. Next, I would like to request the LJP District Committee presentation onto the stage. Last, I would request Sharan Shashikumar, the world record holder on the largest portrait, to present Sri Amit Shah with a portrait. ഇല്ല charismatic proficiency and glittering genius in Indian politics. He is known in the surname of Rashtriya Chanakya. At the same time, crowd puller of Indian politics. Bolo Bharat Mata Ki. Thank you all. Now, I would like to request our Honorable Home Minister to talk a few words. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ BB ഗോപകുമാർ സാർ നമ്മെ അഭിസംബോധന ചെയ്യുകയാണ്. ആദരണീയനായ നമ്മുടെ നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂര്യ തേജസ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചാണക്യതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തെ ഇന്ത്യയിലെമ്പാടും വ്യാപിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള BJPയുടെ മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി, ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ജി, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻ, വേദിയിൽ സദസ്സിലുമുള്ള ബഹുമാന്യരായ NDA സഖ്യത്തിന്റെ നേതാക്കന്മാരെ, ഏറെ ബഹുമാന്യരായ ചാത്തന്നൂരിന്റെ പ്രിയങ്കരായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചരിത്രമുറങ്ങുന്ന പുറ്റിങ്ങലിന്റെ മണ്ണിൽ ആദരണീയനായ നമ്മുടെ നേതാവ് അമിത്ഷാജി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പുറ്റിങ്ങൽ ദുരന്തം നമ്മെ ഏറെ വേദനിപ്പിച്ച പരവൂരിന്റെ പുറ്റിങ്ങൽ അമ്മയുടെ തിരുസന്നിധിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് ആദരണീയനായ ലോകാരാധ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ മണ്ണിൽ നിന്നുകൊണ്ട് ദുഃഖിതരെ, അന്ന് പരിക്കേറ്റവരെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും എത്തിക്കുവാൻ ആദ്യമായി എത്തിച്ചേർന്നത് ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതേ മണ്ണിൽ അന്ന് വേദനയുടെ
ദുഃഖത്തിന്റെ അന്തരീക്ഷം തലക്കെട്ട് നിന്നിരുന്ന ആ മണ്ണിൽ എല്ലാവരെയും സഹായിക്കുവാൻ എത്തിച്ചേർന്ന ഈ മണ്ണിൽ ചാത്തന്നൂരിന്റെ രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു ധീര ചരിത്രം എഴുതി ചേർക്കുവാൻ, ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷം സാക്ഷ്യം വഹിക്കുവാൻ അമിത്ഷാജി, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ, നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന അമിത്ഷാജി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പിന്നിട്ട വഴികളിൽ UKFന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങിയതിനു ശേഷം ഇരു വഴികളിലും കാത്തുനിന്ന നൂറുകണക്കിന് പ്രവർത്തകരെ, അനുഭാവികളെ, വോട്ടർമാരെ, NDA സഖ്യത്തെ വിജയിപ്പിക്കുവാൻ മനസ്സിലുറപ്പിച്ചവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പരവൂരിന്റെ പുറ്റിങ്ങലമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് നമുക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന, നമുക്ക് വലിയ സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ്. ഈ ചരിത്ര നിമിഷം ഒരു കാര്യം ചാത്തന്നൂരിനെ ഓർമ്മപ്പെടുത്തുന്നു. ചാത്തന്നൂരിന്റെ രാഷ്ട്രീയ ചരിത്രം മറ്റൊന്നായി മാറുകയാണ്. NDAയുടെ വിജയം ഉറപ്പാണെന്ന് ഈ സമ്മേളനം വിളിച്ചറിയിക്കുകയാണ്. താമര വിരിയുന്ന മണ്ഡലമായി ചാത്തന്നൂർ മാറുകയാണ്. അതിന് തയ്യാറെടുക്കുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പിछले चुनाव में दूसरे स्थान में आने वाले चातनूर इस बार जरूर कमल खिलने वाली क्षेत्र बन जाएंगी. ആദരണീയ അമിത്ഷാജി, തീർത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ തെരഞ്ഞെടുപ്പില് താമര വിരിയിക്കുന്ന മണ്ഡലമായി ചാത്തന്നൂരിനെ മാറ്റാമെന്ന്, ഒരുമിച്ച് നമുക്ക് പ്രതിജ്ഞ എടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. The victorious crowning mob is inaugurated by our Honorable Excellent Home Minister of India, Shri Amit Shah Ji. Please, sir. मेरे साथ बोलिए, भारत माता की। क्यों भाई, आप लोगों की आवाज को क्या हो गया है? എന്താണ് നിങ്ങൾക്ക് സൗണ്ട് ഇല്ലേ? ഉച്ചത്തിൽ പറയാൻ. भारत माता की जय ऐसे बोलते हैं क्या? ഭാരത് മാതാ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, വിളിക്കുന്നത്? मोदी जी बंगाल में है, उन तक आवाज जानी चाहिए. മോഡിജി ബംഗാളിലാണ്, അവിടെ വരെയും എത്തണം ഇവിടുത്തെ സൗണ്ട്. मेरे साथ दोनों हाथ उठाइए, उठाइए दोनों हाथ और विजय के संकल्प की मुट्ठी बींचिए और प्रचंड आवाज से बोलिए, भारत माता की ജയ്, भारत माता की ജയ്, भारत माता की ജയ്. लोकप्रिय प्रत्याशी आगे आओ, बीबी गोपा कुमार जी, एस प्रशांत जी, एस सत्यपालन जी, के मुरलीधरन जी, श्री बी श्री कुमार जी, कीजा कनेला सुधाकरन जी, श्री BI नागेश जी, श्री V कृष्णचंद्र मोहन जी, श्री S सुनील कुमार जी, श्री B साजनलाल जी, S सुदीप जी, सुश्री आदित्य जी, और आज यहां पर चतन्नूर की सभा में इतनी बड़ी संख्या में आए हुए प्यारे भाइयों, बहनों, माताओं और मेरे जिगर के टुकड़े जैसे युवा मित्रों, ഇന്ന് ഈ ചാത്തന്നൂരില് ഇത്രയും വലിയ സംഖ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാക്കളെ, അതുപോലെ തന്നെ പ്രിയങ്കരായ യുവ സുഹൃത്തുക്കളെ, मित्रों, आज मैं यहां भारतीय जनता पार्टी के प्रत्याशी श्री बीबी गोपा कुमार जी को विजयी बनाने की अपील करने के लिए आया हूं. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ BB ഗോപകുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ്.
और मैं आज पूरे केरल की जनता को अपील करने आया हूं कि एलडीएफ यूडीएफ के झांसे से निकलिए, कमल को खिलाइए और मोदी जी के नेतृत्व में नया केरला बनाइए। ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ഈ മാറി മാറിയുള്ള ഭരണത്തിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കൂ. അതുപോലെ തന്നെ താമര ഇവിടെ വിരിയണം. മോഡിജിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ കേരളത്തിന് വേണ്ടി നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मित्रों, ये केरल की भूमि महान समाज सुधारकों और धार्मिक जागरण करने वाले संतों की भूमि है. ഈ കേരളത്തിന്റെ ഭൂമി എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഭൂമിയാണ്. അതുപോലെ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചവരുടെ അധ്യാപകരുടെ ഭൂമിയാണ്. ये भूमि महान संत श्री नारायण गुरु, श्री चट्टंबी स्वामी कल, महात्मा अय्यन कल और अय्या वैकुंठ स्वामी कल की भूमि है. ഈ പരിശുദ്ധമായിട്ടുള്ള ഭൂമി നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിന്റെ ഭൂമിയാണ്, ചട്ടമ്പി സ്വാമിയുടെ ഭൂമിയാണ്, അയ്യങ്കാളിയുടെ ഭൂമിയാണ്, അയ്യാ ഗുരുദേവന്റെ ഭൂമിയാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്. मित्रों, इसीलिए इसको गॉड्स ओन कंट्री कहते हैं. അതുകൊണ്ടാണ് ഈ ഭൂമിയെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നത്. मगर यही भूमि को आज एलडीएफ और यूडीएफ ने हमारी सभी सामाजिक परंपराओं को, धार्मिक परंपराओं को नष्ट कर कर हमारी संस्कृति पर आघात करने का काम किया है. പക്ഷേ ഇന്ന് ഈ എൽഡിഎഫും യുഡിഎഫും ഈ ഭൂമിയില് നമ്മുടെ സാമൂഹ്യ സമരസതയെ തകർക്കുകയാണ്, നമ്മുടെ പാരമ്പര്യത്തെ തകർക്കുകയാണ്, നമ്മുടെ സംസ്കാരത്തെ ഇവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. एक जमाना था कि केरल सबसे विकसित राज्यों में एक माना जाता था. ഒരു കാലഘട്ടത്തിൽ ഈ കേരളം ഏറ്റവും പുരോഗതി പ്രാപിച്ച ഒരു സംസ്ഥാനമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. एक जमाना था जब केरल सबसे ज्यादा एजुकेटेड स्टेट्स में माना जाता था. ഒരു കാലഘട്ടത്തിലോ കേരളം എന്ന് പറഞ്ഞിരുന്നത് ഏറ്റവും വിദ്യാഭ്യാസ ഗുണമുള്ള സംസ്ഥാനം എന്നുള്ള രീതിയിലായിരുന്നു. एक जमाना था जब दुनिया भर के टूरिस्ट अपने केरल में गॉड्स ओन कंट्री में आते थे. ഒരു കാലഘട്ടത്തിലോ ഈ ലോകത്തിലെ വിനോദസഞ്ചാരികളോ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലോ വന്നിരുന്നു. और ये कम्युनिस्ट पार्टी और कांग्रेस पार्टी ने यही केरल को भ्रष्टाचार का अड्डा बना दिया. ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. कांग्रेस आती है तो सोलर स्कैम होता है और कम्युनिस्ट आती है तो डॉलर स्कैम होता है. കോൺഗ്രസ് വരികയാണ് എങ്കിലോ ഇവിടെ സോളാർ കുംഭകോണം ഉണ്ടാകുന്നു, കമ്മ്യൂണിസ്റ്റുകാർ വരുന്ന അവസരത്തിലോ ഡോളർ കുംഭകോണം ഉണ്ടാകുന്നു. जिस केरल में कभी भ्रष्टाचार की बात नहीं होती थी, पूरे देश के अंदर आज ये डॉलर स्कैम और गोल्ड स्कैम के चर्चे लगते हैं. ഈ അഴിമതിയില്ലായിരുന്ന ഈ കേരളത്തിലോ ഇന്ന് അഴിമതിയുടെ ചർച്ചയാണ് ഈ രാജ്യം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ സോളാറിന്റെയും അതുപോലെ തന്നെ ഡോളറിന്റെയും ചർച്ചയാണ് നടക്കുന്നത്. और मित्रों, ये बहुत बड़ी विडंबना है कि केरल की जनता बारी बारी एलडीएफ यूडीएफ यूडीएफ एलडीएफ एलडीएफ यूडीएफ यूडीएफ एलडीएफ करती रहती है. ഈ കേരളത്തിലെ ജനത വീണ്ടും വീണ്ടും എൽഡിഎഫിനെയും യുഡിഎഫിനെയും എൽഡിഎഫ് യുഡിഎഫ് എൽഡിഎഫ് യുഡിഎഫ് എന്ന രീതിയിൽ അധികാരത്തിലേറ്റിയിട്ടുണ്ട്. देखिए, कम्युनिस्ट पूरी दुनिया में खत्म हो गए हैं.
खत्म हो गए या नहीं हो गए बताइए। ഈ കമ്മ്യൂണിസ്റ്റുകാര് ലോകത്തിൽ മുഴുവൻ നശിച്ചില്ലേ, ഇല്ലായ്മയായില്ലേ, ഇല്ലാതെയായില്ലേ? നിങ്ങളൊന്ന് പറയൂ. खत्म हुए या नहीं हुए भाई बताओ जरा। അവര് അവസാനിച്ചില്ലേ? നിങ്ങൾ പറയണം, പറയൂ. और एक कांग्रेस पार्टी पूरे भारत में खत्म हो चुकी है। കോൺഗ്രസ് എന്ന് പറയുന്നത് ഭാരതത്തില് ഇല്ലാതായിരിക്കുന്നു. अब समय आ गया है केरल की जनता मोदी जी के नेतृत्व में भारतीय जनता पार्टी को अपना आशीर्वाद दे। ഇന്ന് കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുകയാണ് മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേറ്റുമെന്ന് കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുകയാണ്. मित्रों, जब जब मैं गोल्ड स्कैम की बात करता हूं, डॉलर स्कैम की बात करता हूं, पिनराई जी को बुरा लग जाता है। ഞാൻ ഗോൾഡിന്റെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞാലോ അതുപോലെ തന്നെ ഡോളർ കുംഭകോണത്തിന്റെ കാര്യം പറഞ്ഞാലോ പിണറായിക്ക് അത് അങ്ങനെ സുഖിക്കുന്നില്ല. मगर पिनराई जी आप इससे भाग नहीं सकते। केरल की जनता आपको पूछना चाहती है। പക്ഷേ പിണറായി അങ്ങേക്ക് ഓടി രക്ഷപ്പെടുവാൻ സാധിക്കില്ല. കേരളത്തിലെ ജനത നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. क्या आपके प्रिंसिपल सेक्रेटरी एक गोल्ड स्कैम और डॉलर स्कैम में लिप्त थे या नहीं थे? जवाब दीजिए। അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തിലും അതുപോലെ തന്നെ ഡോളർ കടത്തിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ലേ? അങ്ങ് മറുപടി പറയണം. देना चाहिए नहीं देना चाहिए? जवाब ഉത്തരം പറയണോ പറയണ്ടയോ? പിണറായി വിജയൻ जरा बोलो, देना चाहिए नहीं देना चाहिए? मैं उनको पूछना चाहता हूं कि जो डॉलर स्कैम की मुख्य आरोपी थी उनको प्रति माह 3 लाख रुपया आपकी ऑफिस से मिलता था या नहीं मिलता था? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഡോളർ അതുപോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്തിലെ മുഖ്യപ്രതി അവര് 3 ലക്ഷം രൂപ അവർക്ക് സർക്കാർ കൊടുത്തിരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ശമ്പളമായിട്ട്. आपके प्रिंसिपल सेक्रेटरी ने ये सारे आरोपियों की मदद की या नहीं की? बताइए केरल की जनता को। ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ മുഴുവൻ പ്രതികളെയും സഹായിച്ചില്ലേ എന്ന് നിങ്ങൾ മറുപടി പറയണം കേരളത്തിലെ ജനതയോട്. मित्रों, मैं उनको पूछना चाहता हूं, आपके प्रिंसिपल सेक्रेटरी ने ये जो मुख्य आरोपी महिला है उसको सरकारी दौरे पर विदेश में सरकारी खर्चे से ले गए या नहीं ले गए? ഞാൻ അങ്ങയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ മുഖ്യപ്രതിയായിട്ടുള്ള വനിതയെ ആ സർക്കാരിന്റെ ചെലവില് വിദേശത്ത് അദ്ദേഹം കൊണ്ടുപോയോ ഇല്ലയോ എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. ये मुख्य आरोपी जो थी महिला वो सीएम हाउस पर बार बार क्यों आती थी ये बताइए। ഈ മുഖ്യപ്രതിയായിട്ടുള്ള മഹിള മുഖ്യമന്ത്രിയുടെ ഓഫീസില് കയറി ഇറങ്ങിക്കൊണ്ടിരുന്നില്ലേ എന്നുള്ള കാര്യം അങ്ങ് വ്യക്തമാക്കണം, മറുപടി പറയണം. एयरपोर्ट जब सोना पकड़ा गया तब आपकी ऑफिस ने कस्टम ऑफिसर पर दबाव डाला था या नहीं डाला था? എയർപോർട്ടില് സ്വർണം പിടിച്ച അവസരത്തില് അങ്ങയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസിന്റെ മേല് സമ്മർദ്ദമുണ്ടായോ ഇല്ലയോ എന്ന് അങ്ങ് പറയേണ്ടിയിരിക്കുന്നു. और मित्रों, मैं ये भी पूछना चाहता हूं कि ईडी और कस्टम के ऑफिसरों पर वाम पार्टी के गुंडों ने हमला किया, इसकी जांच आप क्यों नहीं कराना चाहते हैं? ഞാൻ അങ്ങയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇഡിയുടെയും അതുപോലെ തന്നെ കസ്റ്റംസിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെ മേലോ ഇടതുപക്ഷത്തിന്റെ ഗുണ്ടകള് ആക്രമണം നടത്തിയപ്പോഴ് എന്തുകൊണ്ട് അങ്ങ് അന്വേഷണം നടത്തിയില്ല എന്ന് അങ്ങയോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, और कोई मुख्यमंत्री होता तो कब का इस्तीफा दे चुका होता। एक कम्युनिस्ट पार्टी को भ्रष्टाचार से कोई शर्म नहीं आती है। വേറെതെങ്കിലും മുഖ്യമന്ത്രിയായിരുന്നു എങ്കിലോ നേരത്തെ തന്നെ
അദ്ദേഹം രാജിവെക്കുമായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഴിമതിയില് മുക്കിത്താണ്ടിരിക്കുകയാണ്. मित्रों, एक कम्युनिस्ट पार्टी हमारी संस्कृति और परंपरा को नष्ट करने के लिए तुली है. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കുന്നവരാണ്. मित्रों, सबरीमाला मंदिर में भगवान अय्यप्पा के श्रद्धालुओं पर जिस प्रकार का जुर्म करा वो देश में कहीं पर भी नहीं हो सकता. സുഹൃത്തുക്കളെ, ആ ശബരിമലയിലോ ഭഗവാൻ അയ്യപ്പന്റെ ആ സന്നിധിയിലോ അവർ ഏത് രീതിയിലുള്ള ദുഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്ന് ചെയ്തതെന്നുള്ള കാര്യം ഈ രാജ്യത്തിന് മുഴുവൻ അറിയാം. विजयन जी, मैं केरल की भूमि पर कहकर जाता हूं कि भारतीय जनता पार्टी मानती है कि मंदिरों के मामले में सरकार ने हस्तक्षेप नहीं करना चाहिए, उसको श्रद्धालुओं पर छोड़ देना चाहिए. വിജയനോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ക്ഷേത്രങ്ങളുടെ കാര്യത്തില് സർക്കാർ ഇടപെടുവാൻ പാടില്ല. അത് സ്വതന്ത്രമാക്കണം, വിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. और सबरीमाला के भक्तों पर पुलिस के कपड़े पहनाकर कम्युनिस्ट पार्टी की कैडर ने जुर्म ढाए हैं. അതുപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തില് കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്താണ് ചെയ്തത്? നുണപ്രചരണമാണ് നടത്തിയത്. ये कम्युनिस्ट पार्टी ने केरल के सरकारी अफसरों में अपनी कैडर की भर्ती कर अफसरों का राजनीतिकरण करने का काम किया है. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിലോ ഉദ്യോഗത്തിലേക്ക് അവരുടെ കേഡറുകളെ കുത്തിത്തിരിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയില് അവരുടെ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ये केरल पब्लिक सर्विस कमीशन कम्युनिस्ट पार्टी का कार्यालय बनकर पड़ा है. ഈ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ കുത്തിത്തെറിയുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. और इसी के कारण पीएससी रैंक होल्डर अनु सिर्फ 28 साल का युवा उसने आत्महत्या कर ली. അതുകൊണ്ട് PSCയുടെ റാങ്ക് ഹോൾഡർ അനൂപ് അദ്ദേഹത്തിന് ജോലി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ദുഃഖകരമായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. और मित्रों, एक कांग्रेस पार्टी जैसी सेक्युलर पार्टी मैंने मेरे जीवन में नहीं देखी है. ഈ കോൺഗ്രസിനെ പോലെയുള്ള ഈ കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ള മതേതര പാർട്ടി എന്ന് പറയുന്നവരെന്താണ് ചെയ്യുന്നത്? यहां पर तो मुस्लिम लीग के साथ गठजोड़ करते हैं. बंगाल में पीरजादा के साथ गठजोड़ करते हैं. ഇവിടെ മുസ്ലിം ലീഗിന്റെ കൂടെ കൂടുന്നു, ബംഗാളിൽ പീർദാദായുടെ കൂടെ അവര് കൂടുകയാണ് ഈ കോൺഗ്രസുകാര്. और आसाम के अंदर बदरुद्दीन अजमल के साथ गठजोड़ करते हैं जो घुसपैठ कराते हैं. അതുപോലെ തന്നെ ആസാമില് അജ്മലിന്റെ കൂടെയാണ് കൂടിയിട്ട് അവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. और महाराष्ट्र में शिवसेना के साथ बैठकर सत्ता का सुख भोगते हैं. ऐसी सेक्युलर पार्टी मैंने मेरे जीवन में नहीं देखी. മഹാരാഷ്ട്രയില് ശിവസേനയുടെ കൂടെ ഇരുന്നുകൊണ്ട് അവർ അധികാരത്തിന്റെ ആ മധുരം നുണയുകയാണ്. ഇതുപോലെയുള്ള ഒരു മതേതര പാർട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ये कांग्रेस पार्टी और उसका नेतृत्व कंफ्यूज है, मति भ्रम है. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ അവരുടെ നേതാക്കൾക്കും വളരെ ചിന്താക്കുഴപ്പമാണ്, മതിഭ്രമം പിടിച്ചിരിക്കുന്നു. ये राहुल बाबा यहाँ पिकनिक पर आए हैं, अभी केरल के अंदर पिकनिक पर आए हैं. इनको केरल की जनता पूछे कि यहाँ तो कम्युनिस्टों के खिलाफ लड़ रहे हो और बंगाल में कम्युनिस्टों के साथ इलू इलू कर रहे हो, ये कैसी पार्टी है? ഈ രാഹുൽ ബാബ കേരളത്തില് പിക്നിക്കിന് വേണ്ടി വരികയാണ്. കേരളത്തിലെ ജനത അദ്ദേഹത്തോട് ചോദിക്കണം, ഇവിടെ കേരളത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണോ മത്സരിക്കുന്നത്? പക്ഷേ ബംഗാളില് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
मित्रों, एक कम्युनिस्ट और कांग्रेस अब केरल का भला नहीं कर सकते, ये केवल और केवल भ्रष्टाचार का प्रतीक बनकर रह गए। സുഹൃത്തുക്കളെ, ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ കേരളത്തിന് വേണ്ടി ഗുണമൊന്നും ചെയ്യുന്നില്ല. അവരെ ചെയ്യുന്നത് അഴിമതിയുടെ തുടർക്കഥകളാണ് ചെയ്യുന്നത്. मित्रों, केरल का अच्छा केवल और केवल मोदी जी के नेतृत्व में, ई श्रीधरन के नेतृत्व में भारतीय जनता पार्टी ही कर सकती है। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ രക്ഷ മോഡിജിയുടെ നേതൃത്വത്തിലോ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, केरल में हमारी सरकार नहीं, फिर भी प्रधानमंत्री जी ने केरल के विकास के लिए ढेर सारे काम किए हैं। സുഹൃത്തുക്കളെ, ഈ കേരളത്തിലോ നമ്മുടെ സർക്കാരില്ല, പക്ഷേ ബഹുമാനീയനായിട്ടുള്ള പ്രധാനമന്ത്രി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അനേകം പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. अभी अभी 2000 मेगावाट की पुगलूर थ्रिसूर हाई वोल्टेज डायरेक्ट करंट योजना का शुभारंभ प्रधानमंत्री जी ने किया है। ഈ അടുത്ത കാലഘട്ടത്തിലോ 2000 മെഗാവാട്ടിന്റെ പുകലൂർ അതുപോലെ തൃശ്ശൂര് ആ ലൈനിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് നടത്തിയിരിക്കുകയാണ്. 50 मेगावाट की क्षमता वाली सोलर योजना कासरगोड में हमने शुरू की है, मगर कांग्रेस की तरह सोलर स्कैम नहीं किया है। 50 മെഗാവാട്ടിന്റെ സോളാർ പദ്ധതി കാസർഗോഡ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസുകാരെ പോലെ സോളാറിന്റെ കുംഭകോണം നമ്മൾ നടത്തിയില്ല. केरल के अंदर 2 स्मार्ट सिटी कोच्चि और तिरुवनंतपुरम को देकर केरल के दोनों बड़े शहरों को आधुनिक बनाने का काम नरेंद्र मोदी जी ने किया है। കേരളത്തിലോ 2 സ്മാർട്ട് സിറ്റികള് കൊച്ചിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തെ ആധുനികവൽക്കരിക്കുവാനുള്ള നടപടി മോഡിജിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. अमृत योजना के तहत 1100 करोड़ रुपया केरल के 9 शहरों के विकास के लिए देने का काम किया है। അതുപോലെ തന്നെ അമൃത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലോ ഏതാണ്ട് 1100 കോടി രൂപ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. कोच्चि मेट्रो के विकास के लिए 1957 करोड़ रुपीस दिए हैं। കൊച്ചിയുടെ ആ മെട്രോയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന് ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി 1957 കോടി രൂപയാണ് കേന്ദ്രം നൽകിയത്. लोकल बॉडी ग्रांट 12,500 करोड़ दी है। അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസ്വരാജിന് വേണ്ടി 12,500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. रिलीफ एंड रिहेबिलिटेशन के लिए 1,738 करोड़ रुपया दिया है। रिलीफ एंड रिहेबिलिटेशन എലിഫന്റ് അതുപോലെ തന്നെ ആനകളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1,100 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. और 2022 में 2022 में रेवेन्यू कम पड़ती थी, तो रेवेन्यू की डेफिसिट भरने के लिए 19,891 करोड़ रुपया भी नरेंद्र मोदी जी ने भेजा है। അതുപോലെ 2020-22 കാലഘട്ടത്തിലോ റവന്യൂ കമ്മി അത് നികത്തുന്നതിന് വേണ്ടി കേരളത്തിന് കൊടുത്തത് 19,891 കോടി രൂപയാണ് കേരളത്തിന് അധികമായിട്ട് കൊടുത്തത്. भारत पेट्रोलियम का प्रोपिलिन डेरिवेटिव पेट्रोकेमिकल प्रोजेक्ट 6,000 करोड़ रुपए का केरल में डालने का काम नरेंद्र मोदी जी ने किया है। ഭാരത് പെട്രോളിയത്തിന്റെ പോളിസിയും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ആ കെമിക്കൽ പ്രോഡക്റ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടി 6,000 കോടി രൂപയാണ് പ്രധാനമന്ത്രി നൽകിയത്. मित्रों,
केरल की कम्युनिस्ट सरकार गरीबों की बात करती है मगर गरीबों के लिए कुछ नहीं करती है। സുഹൃത്തുക്കളെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ദരിദ്രരെ പറ്റിയാണ് പറയുന്നത്, പക്ഷേ ദരിദ്രർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. नरेंद्र मोदी जी ने 6 साल के अंदर देश की 13 करोड़ गरीब महिलाओं को गैस सिलेंडर फ्री ऑफ कॉस्ट देने का काम नरेंद्र मोदी जी ने किया है। അതുപോലെ തന്നെ നരേന്ദ്രമോദിജി 6 വർഷ കാലഘട്ടം കൊണ്ട് ഈ ഭാരതത്തിലെ 13 കോടി സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയുണ്ടായി. मित्रों, नरेंद्र मोदी जी ने 10 करोड़ टॉयलेट्स गरीबों के घर में बनाने का काम किया। അതുപോലെ തന്നെ നരേന്ദ്രമോദി ഏതാണ്ട് 10 കോടി ടോയ്ലറ്റുകള് പാവപ്പെട്ടവരുടെ വീടുകളിൽ പണി കഴിപ്പിക്കുകയുണ്ടായി. मित्रों, नरेंद्र मोदी जी ने 2.5 करोड़ गरीबों को घर देने का काम किया है। അതുപോലെ തന്നെ നരേന്ദ്രമോദി 2.5 കോടി പാവപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുകയുണ്ടായി. नरेंद्र मोदी जी ने देश के 60 करोड़ गरीबों को प्रधानमंत्री आयुष्मान भारत योजना के तहत 5 लाख तक का सारा हेल्थ का एक्सपेंस नरेंद्र मोदी जी भेज रहे हैं। അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 60 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ വീതം അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കുകയുണ്ടായി. मैं केरल की जनता को अपील करना चाहता हूं कि अभी अभी राहुल बाबा यहां पिकनिक पर आए हैं। आप उनको जरा एक सवाल पूछना कि राहुल बाबा, ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, രാഹുൽ ബാബ വന്നിട്ടുണ്ട്, പിക്കനിക്കിന് വേണ്ടി കേരളത്തിൽ വന്നിട്ടുണ്ട്, അങ്ങ് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, वो तो जवाब नहीं देंगे मगर मैं आपको बताने आया हूं और इनका हिसाब पूछने आया हूं। അതുപോലെ അദ്ദേഹം മറുപടി പറയില്ല, പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ അവരോട് ചോദിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരോട് കണക്ക് फिर से बोलता हूं, 45,395 करोड़। എപ്പോഴാ കേന്ദ്രത്തില് 45,395 കോടി രൂപ മാത്രമാണ് ആ കാലഘട്ടത്തില് കേരളത്തിന് വേണ്ടി കോൺഗ്രസിന്റെ സർക്കാർ നൽകിയത്. मित्रों, और नरेंद्र मोदी जी की सरकार आई, भाजपा सरकार आई, 5 साल में हमने इसको 3 टाइम कर 1,34,848 करोड़ रुपया केरल को दिया है। അതേസമയം സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ സർക്കാർ വന്ന അവസരത്തിൽ 5 വർഷം കൊണ്ട് ഏതാണ്ട് 3 ഇരട്ടിയാണ് കൊടുത്തത്. 1,34,848 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് കൊടുത്തതെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. मित्रों, ये कम्युनिस्ट और कांग्रेस केरल का भला नहीं कर सकते। ये सुंदर प्रदेश को आगे बढ़ाने के लिए यहां बदलाव की जरूरत है। हम मेट्रोमैन श्रीधरन को आगे कर चुनाव लड़ रहे हैं। केंद्र में नरेंद्र मोदी जी की सरकार है। आप एक बार भारतीय जनता पार्टी को मौका दीजिए। 5 साल में हम केरल को भारत का सबसे विकसित प्रदेश बनाएंगे। അപ്പോൾ തന്നെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചിട്ട് ഈ കേരളത്തെ അവർ തകർത്തിരിക്കുകയാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാരുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഒരവസരം നൽകൂ. 5 വർഷം കൊണ്ട് ഈ കേരളത്തെ 5 വർഷം കൊണ്ട് ഭാരതത്തിലെ ഏറ്റവും വികസിത സംസ്ഥാനമാക്കി മാറ്റുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. भाइयों बहनों माताओं, मुझे बताओ,
कमल के निशान पर बटन दबाओगे क्या? സഹോദരി സഹോദരന്മാരെ അമ്മമാരെ നിങ്ങൾ പറയൂ, നിങ്ങള് താമരയ്ക്കല്ലേ വോട്ട് ചെയ്യുവാൻ പോകുന്നത്? പറയൂ. दबाओगे क्या? പറയൂ. गोप कुमार जी को जिताओगे? मोदी जी के हाथ मजबूत करोगे? केरला को पूर्ण विकसित प्रदेश बनाओगे? तो मेरे साथ बोलो, भारत माता की ജയ്. भारत माता की ജയ്. भारत माता की ജയ്. वंदे മാതരം. वंदे മാതരം. वंदे। മാതരം. Thank you, Ahmed ji. That was indeed a very motivating speech. Thank you for your presence. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ BI ശ്രീനാഗേഷ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. യോഗ നടപടിയെല്ലാം